ഒരു ജില്ലയിൽ തന്നെ 2 സർക്കാർ മെഡിക്കൽ കോളേജുകൾ അനാവശ്യം. ജി സുധാകരൻ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിലുള്ള ഹരിപ്പാട് പുതിയൊരു മെഡിക്കൽ കോളേജ് വരുന്നത് അനാവശ്യം. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ അമ്പലപ്പുഴ MLA ജി സുധാകരൻ രംഗത്ത് വന്നു. ഒരു ജില്ലയിൽ തന്നെ 2 സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അങ്ങേയറ്റം ശോചനീയ അവസ്ഥയിലാണെന്നും അത് നവീകരിക്കാനായി താൻ സമർപ്പിച്ച 14 പ്രപ്പോസലുകൾക്ക് ഇതുവരെ ഭരണാനുമതി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിലുള്ള ഹരിപ്പാട് പുതിയൊരു കോളേജ് വരുന്നത് അനാവശ്യമാണ്. പ്രാദേശിക MLA-മാരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് പദ്ധതി ബജറ്റിൽ ഉൾപ്പെടുത്തിയതെന്നും സുധാകരൻ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ താൽപര്യപ്രകാരം സ്വന്തം മണ്ഡലത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ മെഡിക്കൽ കോളേജ് പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ തുടർന്ന് വന്ന LDF സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോവുകയും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അന്ന് LDF സർക്കാരിൽ മന്ത്രിയായിരുന്ന ജി സുധാകരനായിരുന്നു ഈ അന്വേഷണത്തിനും പദ്ധതിക്കെതിരായ നിലപാടുകൾക്കും മുൻകൈയെടുത്തത്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാനുള്ള ബജറ്റ് നിർദ്ദേശത്തോടും ജി സുധാകരൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മുമ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കരിമണൽ നൽകുന്നതിനെ എതിർത്തിരുന്നില്ലെങ്കിലും പുതിയ നീക്കം സ്വകാര്യ മേഖലയെ സഹായിക്കുമെന്ന ആശങ്കയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം കിഫ്ബി വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചു. കിഫ്ബിയുടെ പ്രവർത്തനം ഇന്നത്തെ കാലത്തിന് അനുസൃതമായി പുനരാവിഷ്കരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കിഫ്ബി പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് ബുദ്ധിയല്ലെന്നും എന്നാൽ സർക്കാർ ഇതിനെക്കുറിച്ച് പഠിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. കിഫ്ബിയെ ഒരു സമാന്തര സർക്കാരായി മാറ്റാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചപ്പോഴാണ് അതിന് വിമർശനങ്ങൾ ഉയർന്നത്. സർക്കാർ നിയന്ത്രണത്തിലും ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുമായിരിക്കണം കിഫ്ബി പ്രവർത്തിക്കേണ്ടത്. റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥനെ നിയമിച്ചത് തെറ്റായ നടപടിയായിരുന്നു, ജി സുധാകരൻ പറഞ്ഞു. താൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ വൻകിട പദ്ധതികളിൽ 90% കിഫ്ബി വഴിയായിരുന്നെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു.